ചെയ്യുന്നത് നോംഡ് സ്പേസ് ആണ്. അപ്പോൾ നോംഡ് സ്പേസിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോംഡ് സ്പേസിൻ്റെ മുമ്പ് നമ്മൾ ലീനിയർ സ്പേസിനെ പറ്റിയിട്ടും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 റിസൾട്ടുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നോംഡ് സ്പേസിലേക്ക് കടന്നു. നോംഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീനിയർ സ്പേസിന് സം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കിട്ടുന്ന റിസൾട്ടൻറ്റ് സ്പേസിനെയാണ് നോംഡ് സ്പേസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് നോംഡ് സ്പേസിൻ്റെ ഡെഫിനിഷനാണ്. എന്താണ് നോംഡ് സ്പേസ്? നോംഡ് സ്പേസ് ആവണമെങ്കിൽ എന്താണ് നോം? നോം എന്ന് പറയുന്ന ഒരു സംഭവം വരണം, അതിൽ നിന്നാണ് നമ്മൾ നോംഡ് സ്പേസ് ഉണ്ടാക്കുന്നത്. അപ്പം നോമിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു നോം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നോം ഇതിനെ വായിക്കുക 2 വര ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ അല്ലേ 4 വരകൾക്കിടയിൽ അങ്ങനെയും പറയാം അല്ലേ, ഒരു പെയർ ഓഫ് വരകൾക്കിടയിൽ ഇങ്ങനെ നിൽക്കുന്ന ഇതിന് നോം എക്സ് എന്നാണ് ഇതിന് പറയാം. ഓക്കെ, അപ്പം നോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതാണ്. നൊട്ടേറ്റീവ് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ നോം ഓഫ് എക്സ് എന്നതിനെ കൊണ്ട് ഈ വരകൾ കൊണ്ടാണ്. അപ്പം നോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ സെറ്റ് അല്ലെങ്കിൽ എ ലീനിയർ സ്പേസ് ടു ആർ. ആർ എന്താണ്? റിയൽ നമ്പർ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, ദാറ്റ് സാറ്റിസ്ഫൈങ് സം പ്രോപ്പർട്ടീസ്. ഓക്കെ, അങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷന് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ താഴെ പറയുന്ന 3 പ്രോപ്പർട്ടികൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോംഡ് സ്പേസ് എന്ന് പറയുന്നത്. നോം എന്ന് പറയുന്നത്. എന്താണ് കണ്ടീഷൻസ് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? നോം എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് നോൺ നെഗറ്റീവ് ഫങ്ഷൻ ആയിരിക്കും അത്. ഓക്കെ, നോൺ നെഗറ്റീവ് ഫങ്ഷൻ. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നോം എക്സ് 0 ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ നോ ഇൻറ്റു ലാംഡ വേർ ലാംഡ ഈസ് എ സ്കേലാർ. ഓക്കെ, സ്കേലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡിലുള്ള എലമെൻ്റ് ആണ് ലാംഡ. എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ വെക്റ്റർ സ്പേസിലുള്ള എലമെൻറ്റ്. ഓക്കെ, അതായത് വെക്റ്റർ ആയിരിക്കും എക്സ്. ഓക്കെ, നോം ഓഫ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു നോം എക്സിന് ഈക്വൽ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കുള്ളത് മൂന്നാമത്തെ കണ്ടീഷനാണ്. മൂന്നാമത്തെ കണ്ടീഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് ട്രയാങ്കിൾ ഇനീക്വാലിറ്റിയാണ്. 2 വെക്ടറുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെക്ടർ അഡീഷൻ നോം ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് പ്ലസ് നോം വൈ. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫങ്ഷനുകൾ എവിടുന്ന് എങ്ങോട്ടുള്ള ഫങ്ഷന്? ഒരു ലീനിയർ സ്പേസിൽ നിന്നും ആറിലേക്കുള്ള, ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്കുള്ള ഫങ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോംഡ് ഫങ്ഷൻ എന്ന് അല്ലെങ്കിൽ നോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോം ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്യാനുണ്ടാവും നമ്മളുടെ പ്രോപ്പർട്ടികൾ. ഈ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് എ നോം സ്പേസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇതിന് ശേഷം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഉള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുള്ളത്, നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന എലമെൻറ്റുകൾ ലാംഡ എന്ന് പറയുന്നത് ഇവിടുത്തെ എലമെൻ്റാണ്, സ്കേലാർ ഫീൽഡിലെ എലമെൻ്റാണ്. ഇവിടെ ഫീൽഡ് എപ്പോഴും ആറോ അല്ലെങ്കിൽ സിയോ കോംപ്ലക്സോ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ക്യൂ സാധ്യതയുണ്ട്. ഈ 3 എണ്ണത്തെ, അതായത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് സ്പേസും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതായിരിക്കും വരിക? RN, CN, ഓക്കെ, QN ഒക്കെ ആയിരിക്കും വരും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു നോംഡ് സ്പേസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ മുമ്പ് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മെട്രിക് സ്പേസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. എന്താണ് മെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ക്ലാസ് മെട്രിക്കിനെ പറ്റിയിട്ടാണ് അല്ലേ. ഒരു മെട്രിക് ഡിഫൈൻ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഓക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഒരു നോം ഉണ്ട് എങ്കിൽ നോം ഈസ് എ ഫങ്ഷൻ. നോമും എന്താണ്? ഒരു ഫങ്ഷനാണ്. അതുപോലെ തന്നെ മെട്രിക്കും അനദർ ഫങ്ഷൻ, നോൺ നെഗറ്റീവ് ഫങ്ഷനാണ്. അപ്പം മെട്രിക് ഇൻഡ്യൂസ്ഡ് ബൈ ദി നോം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതാണ് ഡെഫിനിഷൻ.
ഡി മെട്രിക് അതായത് ഒരു നോമിൽ നിന്നും എങ്ങനെ മെട്രിക് ഉണ്ടാക്കാം എന്നുള്ളതാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഡി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ. എക്സും വെക്റ്ററാണ്, വൈയും വെക്റ്ററാണ്. അവ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ നോമാണ്. ഇതിനെ ഡിസ്റ്റൻസ് എന്നും പറയാം കേട്ടോ. ഡി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഡിസ്റ്റൻസ് ഫങ്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. മെട്രിക് അല്ലേ, മെട്രിക്കിനെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അപ്പം മെട്രിക് ഇൻഡ്യൂസ്ഡ് ബൈ നോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോം ഓഫ് എക്സ് മൈനസ് വൈ ഈസ് എ മെട്രിക്. അവിടെ ഡി ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോം ഓഫ് എക്സ് മൈനസ് വൈ അതായിരിക്കും എന്നാണ്. അപ്പം എല്ലാ നോംഡ് സ്പേസും എന്താണ് മെട്രിക് സ്പേസ് ആണ്. അവിടുത്തെ മെട്രിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോം ഓഫ് എക്സ് മൈനസ് വൈ ആയിരിക്കും. ഓക്കെ, അവിടുത്തെ മെട്രിക് എന്താണ് നോം ഓഫ് എക്സ് മൈനസ് വൈ. അപ്പോൾ എല്ലാ മെട്രിക് സ്പേസും എന്തായിക്കൊള്ളണമെന്നില്ല, നോംഡ് സ്പേസ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ എല്ലാ നോംഡ് സ്പേസും എന്താണ് മെട്രിക് സ്പേസ് ആയിരിക്കും. ഓക്കെ, ഈ നോട്ട് ഓർമ്മയിലുണ്ടാവുക. അടുത്ത എന്താണ് നോംഡ് സ്പേസിൻ്റെ ഡെഫിനിഷനാണ്. നോംഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീനിയർ സ്പേസ് അല്ലേ, ഒരു ലീനിയർ സ്പേസ് ഉണ്ട്. അതിൽ ഒരു നോം ഡിഫൈൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ആ നോമിനെ ലീനിയർ സ്പേസ് വിത്ത് നോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നോംഡ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ലീനിയർ സ്പേസ് equipped with a norm that is called എന്ത് നോംഡ് സ്പേസ്. ഓക്കെ, അങ്ങനത്തെ അല്ലേ നമ്മൾ മെട്രിക് സ്പേസിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് വിത്ത് ഡിഫൈൻ ഓൺ എ മെട്രിക് അല്ലേ, മെട്രിക് ഡിഫൈൻ ഓൺ ഇറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെട്രിക് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ലീനിയർ സ്പേസ് ആവൽ നിർബന്ധമാണ്. ലീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്റ്റർ സ്പേസ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ ലീനിയർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ് വെക്റ്റർ സ്പേസ്. ഓക്കെ, വെക്റ്റർ സ്പേസിൻ്റെ മുകളിലാണ് നമ്മൾ നോം ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അതിനെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ച് നോക്കാൻ. ഓക്കെ, അപ്പോൾ നോമിനെ പറ്റി നമ്മൾ നോംഡ് സ്പേസിന് ഇനി നമുക്ക് നോമിൻ്റെ എക്സാമ്പിളുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഷ്ടംപോലെ എക്സാമ്പിളുകളുണ്ട് നോംഡ് സ്പേസിന്. അതിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാമ്പിളുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് നോം, അങ്ങനെ പല നോമുകളും ഉണ്ട്. ഡിസ്ക്രീറ്റ് മെട്രിക് ഒക്കെ പറയുന്ന പോലെ. ഓക്കെ, അത് ശരിയാണോ? ഡിസ്ക്രീറ്റ് നോം ഉണ്ടോ? അതിപ്പോഴാവത്ത് അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഡിസ്ക്രീറ്റ് മെട്രിക് ഉണ്ട്. ഡിസ്ക്രീറ്റ് മെട്രിക് ഒരു നോം അതിൽ നിന്ന് ഉണ്ട്, അല്ലെങ്കിൽ നോം ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു നോം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ സ്പേസ് കെ എൻ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറോ അല്ലെങ്കിൽ അതായത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പർ. അപ്പം RN CN ഓക്കെ അങ്ങനെ പറയാം. CN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് നമ്പറിൻ്റെ കളക്ഷൻ n ടപ്പിൾസ്, റിയൽ നമ്പറിൻ്റെ n ടപ്പിൾസ്. ഓക്കെ, അപ്പം ഇവിടെ സ്പേസ് KN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ എന്താണ് ആറോ അല്ലെങ്കിൽ റിയൽ നമ്പറോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സോ. ഓക്കെ, അപ്പോൾ KN എന്ന് പറയുന്നത് വേർ എക്സ് ബിലോങ്സ് ടു KN ആണെങ്കിൽ n ടപ്പിൾസ് ഉണ്ടാവും. x1, x2, etc. ഇത് നിങ്ങൾക്ക് പല ഓതേഴ്സും പല രീതിയിൽ എഴുതും. x1, x2, etc. xn എന്ന് എഴുതുന്നവരുണ്ട്. ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതുന്നവരുണ്ട്. ആസ് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന. അപ്പോൾ n ടപ്പിൾസ് ആണ് എങ്കിൽ അവിടുത്തെ നോം പി നോം എന്നാണ് ഇതിന് പറയുക. സഫിക്സ് അതായത് നോം എക്സ് പി സഫിക്സ് പി എന്ന് എഴുതുന്നതിന് പി നോം. പീൻ്റെ സ്ഥാനത്ത് 1 ആണെങ്കിൽ 1 നോം, 2 ആണെങ്കിൽ 2 നോം. 2 നോമിന് വേറൊരു പ്രത്യേകതയുണ്ട്, യൂക്ലീഡിയൻ നോം എന്നും പറയാറുണ്ട്. ഓക്കെ, 2ന് എന്ത് പറയും യൂക്ലീഡിയൻ നോം. 3 നോം, 4 നോം. ഓക്കെ, അങ്ങനെ പി നോം എന്ന് പറയും. പി നോം ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മോഡുലസ് ഓഫ് x1 ഹോൾ റേസ് ടു പി പ്ലസ് മോഡുലസ് ഓഫ് x2 റേസ് ടു പി പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് xn റേസ് ടു പി ഹോൾ റേസ് ടു 1/p. ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ സിഗ്മ i ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി അല്ലേ, സോറി ഇൻഫിനിറ്റി അല്ല, ഇവിടെ n ആണ് കേട്ടോ. 1 to n. ഐ എം വെരി സോറി. എന്താക്കണം, സിഗ്മ i ഈക്വൽ ടു 1 to n കേട്ടോ. ഇവിടെ തെറ്റിയിട്ടുണ്ട്. 1 to n മോഡുലസ് ഓഫ് xi റേസ് ടു പി ഹോൾ റേസ് ടു 1/p. xi മോഡുലസ് ഓഫ് xi റേസ് ടു പി ഹോൾ റേസ് ടു 1/p. ഇതാണ് അതിൻ്റെ പി നോം. ഒന്നാമത്തെ എക്സാമ്പിൾ. RN വെച്ചിട്ടും പി നോം എഴുതാം,
സി എൻ വെച്ചിട്ടും പി നോം എഴുതാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ്, അതായത് യൂഷ്വൽ നോം ഉണ്ട്. യൂഷ്വൽ നോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ക് 1 ആണ് എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് യൂഷ്വൽ നോമാണ്. പിന്നെ മെട്രിക് നോം, പിന്നെ എന്താ യൂക്ലീഡിയൻ നോം. യൂക്ലീഡിയൻ നോം എന്ന് പറയുന്നുണ്ടെങ്കിൽ 2, പിക്ക് 2 കൊടുക്കുന്നതിന് നമ്മൾ ഇവിടൊക്കെ 2 വരും, പിൻ്റെ സ്ഥാനത്തൊക്കെ 2 വരുന്നതിനെ നമ്മൾ എന്ത് പറയും? യൂക്ലീഡിയൻ നോം എന്ന് പറയും. ഓക്കെ, സാധാരണ ഇതിൽ പി നോം എന്ന് പറയും. അടുത്ത എക്സാമ്പിൾ എൽ ഇൻഫിനിറ്റി. എൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സീക്വൻസിൻ്റെ അല്ലേ, സെറ്റ് ഓഫ് ഓൾ സീക്വൻസ് അല്ലേ, വിച്ച് ഈസ് ബൗണ്ടഡ് സീക്വൻസിനാണ് നമ്മൾ എൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ സീക്വൻസിനെ സംബന്ധിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ആ സീക്വൻസിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് നോമാന്ന് നോക്കാം. അതുപോലെ തന്നെ വേറൊരു സ്പേസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ, സെറ്റ് ഓഫ് ഓൾ കൺവേർജൻ സീക്വൻസ് അല്ലേ. എല്ലാ കൺവേർജൻ സീക്വൻസും എന്താണ്? ബൗണ്ടഡും ആണ് അല്ലേ. എവറി കൺവേർജൻ സീക്വൻസ് ഈസ് ബൗണ്ടഡ്, ബട്ട് എവറി ബൗണ്ടഡ് സീക്വൻസ് നീഡ് നോട്ട് ബി കൺവേർജൻറ്റ്. അതിന് എക്സാമ്പിൾ ഏതാ? ബൗണ്ടഡ് സീക്വൻസ് എല്ലാം കൺവേർജൻ്റ് അല്ല എന്നുള്ളതിന് എക്സാമ്പിൾ ഏതാ? 1, -1, -1, 1, -1, -1, എക്സെട്ര. അതെന്താണ്? ബൗണ്ടഡ് ആണ്. കാരണം എന്തുകൊണ്ട്? മോഡുലസ് ഓഫ് എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ <=1 ആണ്. മോഡുലസ് ഓഫ് 1ൻ്റെ 1 തന്നെയാണ്. മോഡുലസ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ അത് തന്നെയേ ഉള്ളൂ, കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു, മൈനസും 1. പക്ഷേ അതെന്തല്ല? കൺവേർജ് ആണോ? കുറേ കഴിഞ്ഞിട്ട് അത് 1ലേക്ക് കൺവേർജ് ചെയ്യുന്നോ അല്ലെങ്കിൽ -1ലേക്ക് കൺവേർജ് ചെയ്യുന്നോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബൗണ്ടഡ് ആണത് അല്ലേ. പക്ഷേ അതെന്തല്ല? കൺവേർജ് അല്ല. ദാറ്റ് മീൻസ് എവരി കൺവേർജൻ സീക്വൻസ് ഈസ് ബൗണ്ടഡ്, പക്ഷേ എന്തല്ല? എവരി ബൗണ്ടഡ് സീക്വൻസ് നീഡ് നോട്ട് ബി കൺവേർജൻറ്റ്. അതിൻ്റെ എക്സാമ്പിളാണ് അത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ സ്പേസ് ഇതിൻ്റെ സബ് സ്പേസ് ആണ്. എൽ ഇൻഫിനിറ്റി സ്പേസിൻ്റെ സബ് സ്പേസ് ആണ് സി. സ്മോൾ ലെറ്റർ സി കേട്ടോ, ക്യാപിറ്റൽ സി അല്ല, സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ സ്പേസ് ആണ്. ദാറ്റ് കൺവേർജ്. അത് കൺവേർജ് ചെയ്യും. ഇനി അടുത്ത ഒരു കുഞ്ഞാപ്പൂടി ഉണ്ട്, C00. അതിൻ്റെ ഇടയിൽ C0 ഉണ്ട്. C0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സെറ്റ് ഓഫ് ഓൾ സീക്വൻസ് ദാറ്റ് കൺവേർജസ് ടു 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസിന് കളക്ഷനും ഉണ്ട് കേട്ടോ, അത് C0. പക്ഷേ ഈ കുഞ്ഞാപ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ഞാപ്പാണ്. ഇത് പലതിനും കൗണ്ടർ എക്സാമ്പിളുകളായിട്ട് വരുന്ന ഒരാളാണ് C00. C00. C00 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സീക്വൻസ്. സെറ്റ് ഓഫ് ഓൾ സീക്വൻസ് ആണ്. പക്ഷേ അതിൽ ഫൈനൈറ്റ്ലി മെനി എലിമെൻറ്റ്സ് ആർ ഈക്വൽ ടു 0. അതായത് ഒരു ഫൈനൈറ്റ്ലി മെനി എലിമെൻറ്റ്സ് ആർ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൈറ്റ്ലി മെനി എലിമെൻറ്റ്സ് ആർ നോൺ 0 അല്ലേ. ഫൈനൈറ്റ്ലി മെനി എലിമെൻറ്റ്സ് അല്ലേ. അതായത് ഫൈനൈറ്റ് എലിമെൻറ്റ്സ് എന്തായിരിക്കും? നോൺ 0 എലിമെൻറ്റ്സ് ആയിരിക്കും. ബാക്കിയൊക്കെ എന്തായിരിക്കും? 0 എലിമെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ 1,0,0,0,0,0,0,0 എക്സെട്ര. അതെന്താണ്? ഒരു സീക്വൻസാണ്. ആ സീക്വൻസിനെ സംബന്ധിച്ച് അത് കൺവേർജൻ സീക്വൻസ് ആണ്. 0 അല്ല, പിന്നെ അങ്ങോട്ടൊക്കെ 0 ആണ്. അപ്പോൾ പിന്നെന്താണ്? കൺവേർജൻ ടു 0 ആണ്. 1 ആദ്യത്തിൽ ഒരു എലമെൻറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ 10 എലമെൻറ്റ് 1 കൊടുത്തു, 1,2 അല്ലെങ്കിൽ 1, 2, 3 എക്സെട്ര 10 കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ 0, അല്ലെങ്കിൽ 10,9, അല്ലേ, 8,7, 6, 5, 4, 3, 2, 1, 0,0,0,0,0. അതെന്താ? 10 എലമെൻറ്റ്സ്, ആദ്യത്തെ 10 എലമെൻറ്റ്സേ നോൺ 0 ഉള്ളൂ, ബാക്കിയൊക്കെ എന്താണ്? സീറോസ്. അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്താകുക? നോൺ 0 ആവുക, ബാക്കിയൊക്കെ 0 ആവുന്ന അങ്ങനത്തെ സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? C00 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ വേറൊരു സ്പേസ് ഉണ്ട്, ഏത്? C0 പറഞ്ഞാൽ ദാറ്റ് കൺവേർജസ് ടു 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസിൻ്റെ സ്പേസ്. ഈ 3 സ്പേസുകളും, ഈ C00 എന്ന് പറയുന്നത് C0ൻ്റെ സബ് സ്പേസ് ആണ്. C0 എന്ന് പറയുന്നത് Cൻ്റെ സബ് സ്പേസ് ആണ്. C എന്ന് പറയുന്നത് L ഇൻഫിനിറ്റിയുടെ സബ് സ്പേസ് ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് 2ാമത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. 2ാമത്തെയോ അല്ലെങ്കിൽ 1ാമത്തെ ക്ലാസ് ആണോ എന്നറിയില്ല. 1ാമത്തെ ക്ലാസ്സിലോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് എടുത്ത് നോക്കണം, ഫങ്ഷണൽ അനാലിസിസിൻ്റെ ക്ലാസ് എടുത്ത് നോക്കുക.
അപ്പോൾ നമ്മൾ ഈ മൂന്നെണ്ണത്തിലും നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന നോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി നോം അല്ലെങ്കിൽ സുപ്രീമം നോം, മാക്സിമം നോം അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓക്കെ, സുപ്രീമം നോം. സുപ്രീമം നോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എക്സ്. ഓക്കെ, അതിൽ ഏറ്റവും സുപ്രീമമായിട്ടുള്ള അബ്സല്യൂട്ട് വാല്യൂ, അതിലുള്ള സീക്വൻസിൻ്റെ എലമെൻസിലെ അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും മോഡൽ നോം. ഓക്കെ, ഇൻഫിനിറ്റി നോം അല്ലെങ്കിൽ സുപ്രീമം നോം എന്ന് പറയുന്ന മാക്സിമം നോം അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ മൂന്നെണ്ണം എന്തിന് എക്സാമ്പിളാണ്? നോം സ്പേസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ കുഞ്ഞാപ്പ് ഒരു കൗണ്ടർ എക്സാമ്പിളാണ് പല സംഭവങ്ങൾക്കും. ഓക്കെ, ഏത് C00 അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്തൊരു എക്സാമ്പിൾ LP സ്പേസ്. സ്മോൾ ലെറ്റർ LP, ക്യാപിറ്റൽ LP ഉണ്ട്, സ്മോൾ ലെറ്റർ LP ഉണ്ട്. സ്മോൾ ലെറ്റർ LP സ്പേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സീക്വൻസ് അല്ലേ? സീക്വൻസ് ആണോ? ഓക്കെ, സീക്വൻസ് ആണ്. സിഗ്മ ഐ ഇവിടെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ J = 1 to infinity മോഡുലസ് ഓഫ് XJ ഹോൾ റൈസ് ടു P ലെസ് ദാൻ P. പ്രത്യേകം ശ്രദ്ധിക്കുക, XJ ഹോൾ റൈസ് ടു P ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇവിടുത്തെ നോം P നോമാണ് ഡിഫൈൻ ചെയ്യുന്നത്. P നോം ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, P നോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ എക്സ് അല്ലേ, നോം P നോം = സിഗ്മ x1 മോഡുലസ് ഓഫ് x1 ഓഫ് P ഹോൾ റൈസ് ടു P, x2 ഓഫ് ഹോൾ റൈസ് ടു P എക്സെട്ര ഹോൾ റൈസ് ടു 1/P വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക 1 ലെസ് ദാൻ P ലെസ് ദാൻ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് വേറെ രീതി, തൊട്ട് മുകളിൽ കാണിച്ച രീതിയാണ്. ഈ രീതിയാണ് ഇൻഫിനിറ്റിയിൽ വരിക. അല്ലാത്ത കേസിൽ നമ്മൾ വരുന്നത് ഈ മോഡലാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത എക്സാമ്പിൾ ക്യാപിറ്റൽ LP സ്പേസ്. ക്യാപിറ്റൽ LP സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഷറബിൾ സെറ്റിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന മെഷറബിൾ ഫങ്ഷൻസ് അല്ലേ ഫങ്ഷൻസ്, മെഷറബിൾ ഫങ്ഷൻസിൻ്റെ മെഷറബിൾ ലെബേക്ക് മെഷറൊക്കെ പഠിച്ചതാണ്. മെഷറബിൾ ഫങ്ഷൻസിൻ്റെ P ഇൻ്റഗ്രബിൾ ഫങ്ഷൻസിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ LP എന്ന് പറയുന്നത്. അപ്പം എന്താണ് നോക്കാം നോം. അവിടുത്തെ നോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോം ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മെഷറബിൾ ഫങ്ഷൻ ആണ് കേട്ടോ അല്ലേ? ഓൺ ഇ എന്ന് പറയുന്നത് മെഷറബിൾ സെറ്റ്. ഓക്കെ, അപ്പം P നോം ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മോഡുലസ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു P dm എന്താണ്? മെഷർ. ഓക്കെ, ഓവർ ഇ ഹോൾ റൈസ് ടു 1/P. ഇതിനെയാണ് P നോം ഓഫ് LP, ക്യാപിറ്റൽ LP സ്പേസ്. ഓക്കെ, ഇവിടെ തന്നെ വേറൊരു കുഞ്ഞാപ്പുണ്ട് L ഇൻഫിനിറ്റി സ്പേസ്. ഓക്കെ, L ഇൻഫിനിറ്റി സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നോം ഡിഫൈൻ ചെയ്യുന്നത് ഒന്നുമില്ല, എന്താണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നോം ഓഫ് എക്സ് അല്ലേ, നോം ഇൻഫിനിറ്റി നോം ഓഫ് എക്സ് ഈക്വൽ ടു എസെൻഷ്യൽ സുപ്രീമം ഓഫ് എക്സ് ഓവർ ഇ. ഓക്കെ, എസെൻഷ്യൽ സുപ്രീമം എന്താണ്? ഈ എസെൻഷ്യൽ സുപ്രീമം എന്നൊക്കെ ഉള്ളത് നമ്മൾ ലിമേസാറുടെ ബുക്കിലുണ്ട്. എസെൻഷ്യൽ സുപ്രീമത്തിനൊക്കെ വ്യക്തമായിട്ട് ഇത്, അതായത് ഒരു മെഷറബിൾ ഫംഗ്ഷൻ എക്സ് ഉണ്ട് എങ്കിൽ എസെൻഷ്യലി ബൗണ്ടഡ്, കാരണം ആദ്യം എസെൻഷ്യൽ സുപ്രീം അറിയണമെങ്കിൽ എസെൻഷ്യൽ ബൗണ്ടഡ് എന്താണെന്ന് അറിയണം. അതിൽ നിന്നാണ് നമ്മൾ എസെൻഷ്യൽ സുപ്രീം ഉണ്ടാക്കുന്നത്. അതായത് ഒരു മെഷറബിൾ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ മെഷറബിൾ ഫംഗ്ഷന് എസെൻഷ്യലി ബൗണ്ടഡ് ഓൺ ഇ എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ദർ എക്സിസ്റ്റ് എ ബീറ്റ, അവിടെ ഒരു കുഞ്ഞാപ്പ് ബീറ്റ എക്സിസ്റ്റ് ചെയ്യണം. സച്ച് ദാറ്റ് മെഷർ ഓഫ് സെറ്റ് ഓഫ് ഓൾ ടി in E such that modulus of x of t greater than beta equal to 0. അതായത് ഇങ്ങനത്തെ ഒരു കളക്ഷൻ, ഇങ്ങനത്തെ ഒരു സെറ്റിൻ്റെ മെഷർ, അതായത് സെറ്റ് ഓഫ് ഓൾ ടി ഓഫ് ഇ മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി അല്ലേ, ഈ ഗ്രേറ്റർ ദാൻ ബീറ്റ എന്ന് പറയുന്ന സെറ്റിൻ്റെ മെഷർ 0 ആണ് എങ്കിൽ അങ്ങനത്തേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസെൻഷ്യലി ബൗണ്ടഡ് എന്ന് പറയുന്നത്. ആ ഫംഗ്ഷൻ നമ്മൾ എസെൻഷ്യലി ബൗണ്ടഡ് എന്ന് പറയും. എസെൻഷ്യലി ബൗണ്ടഡ് എന്ന് പറയും. ഈ ബീറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എസെൻഷ്യൽ ബൗണ്ട്. ഓക്കെ, എസെൻഷ്യൽ ബൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, എസെൻഷ്യൽ ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആവുന്നും അതുപോലെ തന്നെ ബീറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എസെൻഷ്യൽ ബൗണ്ട് എന്ന് പറയുന്നത്. ഇനിയുള്ളത് വേറൊരു എസെൻഷ്യൽ സുപ്രീമം എന്താണ് എന്നുള്ളതാണ്.
അതായത് ഇൻഫിമം ഇങ്ങനത്തെ ബീറ്റകളുടെ കളക്ഷൻ ഞാൻ എടുത്തു. ഓക്കെ, എസെൻഷ്യൽ ബൗണ്ടായിട്ടുള്ള ബീറ്റകളുടെ കണക്ഷൻ എടുത്ത് അതിൻ്റെ ഇൻഫിമം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മിനിമം അല്ലേ, ഇതിൻ്റെ മിനിമം എലമെൻറ്റ്. ഓക്കെ, അതിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്തായിരിക്കും? ഒരു എസെൻഷ്യൽ ബൗണ്ടായിരിക്കും. ഓക്കെ, ബൗണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസെൻഷ്യൽ സുപ്രീമം എന്ന് പറയുന്നത്. അറിയണ്ടോ? എസെൻഷ്യൽ സുപ്രീമം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ ഉള്ളത് സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ദി ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇവിടെ എടുത്തത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ആണ്. നമുക്ക് ജനറലായിട്ട് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയാം. എ ആൻഡ് ബി ആർ സ്കെലാസ്, ആർ ബിലോങ്സ് ടു ആർ റിയൽ നമ്പേഴ്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു നോംഡ് സ്പേസ് ആണ്. ഏത് നോമിൽ? മാക്സിമം നോം അല്ലെങ്കിൽ സുപ്രീമം നോമിൽ മാക്സിമം അല്ലേ, നോം ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഈസ് എ ഫംഗ്ഷൻ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം ദാറ്റ് ഈസ് ബിലോങ്സ് ടു സി. അപ്പം മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ബിലോങ്സ് ടു 0,b 0,1. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് C01 പകരം സി എ ബി എന്നാണ് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി സച്ച് ദാറ്റ് ടി ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് എഴുതാം. ഓക്കെ, ഇതൊരു നോമാണ്. അപ്പം അടുത്തൊരു നോംഡ് സ്പേസ് കിട്ടി. ഇനി അടുത്തത് വേറൊരു നോംഡ് സ്പേസ് ആണ്. ഈ നോംഡ് സ്പേസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. C(k) ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളതാണ്. സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ദി kth ഡെറിവേറ്റീവ് എക്സിസ്റ്റ്. ഓക്കെ, kth ഡെറിവേറ്റീവ് എന്ത് ചെയ്യുക? അതാണ് xk എന്ന് പറയുന്നത്. kth ഡെറിവേറ്റീവ് ഇങ്ങനെ ഒരു എക്സ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ kth ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അത് ഇതിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എങ്കിൽ അങ്ങനത്തെ കളക്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? CK ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അത് ഇതിൻ്റെ സബ്സ്പേസ് ആണ് കേട്ടോ കണ്ടിന്യൂസ് ഫംഗ്ഷനുകൾ. അപ്പം അവിടുത്തെ നോം എന്ന് പറയുന്നത് നോം ഓഫ് x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇൻഫിനിറ്റി നോം ഓഫ് എക്സ് പ്ലസ് ഇൻഫിനിറ്റി നോം ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവിൽ നോം അപ്ലൈ ചെയ്യുക, തേർഡ് ഡെറിവേറ്റീവിൽ നോം അപ്ലൈ എക്സെട്ര. kth ഡെറിവേറ്റീവ് ഇവിടെ k ആണ്, kth ഡെറിവേറ്റീവ് നോം. ഈ നോം ഈ കുഞ്ഞാപ്പ് ഏതാണ്? ഇൻഫിനിറ്റി നോം എന്ന് പറയുന്നത് മാക്സിമം നോം അല്ലെങ്കിൽ സുപ്രീമം നോമിനെയാണ് കേട്ടോ ഇവിടെ ഇൻഫിനിറ്റി നോം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയും മിങ്കോസ്കി ഇനീക്വാലിറ്റിയും ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യാനുണ്ട്, ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയും മിങ്കോസ്കി ഇനീക്വാലിറ്റിയും വെച്ചിട്ട്. അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.